നമസ്കാരം, ഞാൻ ഡോക്ടർ ആദിത്യ. നോർമലായിട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീയിൽ ഗർഭധാരണം നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ നടക്കുന്ന സ്റ്റേജുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കണം. ഓവുലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകാം. അതേപോലെ തന്നെ നല്ല മെച്യൂറായിട്ടുള്ള ഓവം ഉണ്ടായില്ലെങ്കിൽ, നല്ല ഓവം പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അതും വന്ധ്യതയിലോട്ട് നയിക്കാം. ഗർഭധാരണം നല്ല രീതിക്ക് നടക്കില്ല. അതേപോലെ തന്നെ ഈ ഓവം ഉണ്ടായ ഓവം പുരുഷ ബീജവുമായി സങ്കലനം നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിൽ, അതായത് അണ്ടവാഹിനി കുഴലുകളിൽ വെച്ചിട്ടാണ്. ഈ കുഴലുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും രോഗങ്ങളോ അതിലുള്ള ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ വെച്ചിട്ട് ബീജസങ്കലനം നടക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് അതും വന്ധ്യതയ്ക്ക് കാരണമാകാം. ഇനി അതേപോലെ തന്നെ അവിടെ വെച്ച് ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ നോർമലാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ വെച്ച് ബീജസങ്കലനം നടന്നു ഉണ്ടായ ഭ്രൂണം അത് നല്ല രീതിയിൽ തന്നെ പാസ് ചെയ്ത് ഗർഭാശയത്തിലെത്തണം. ഗർഭപാത്രത്തിലെത്തിയിട്ട് ഗർഭപാത്രത്തിൽ ഏറ്റവും അടിയിലെ തട്ടായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഘടിപ്പിക്കപ്പെടണം. ഇതാണ് നോർമൽ. അപ്പോൾ ഗർഭാശയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകാം. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മളെ വന്ധ്യതയിലോട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കണം. അതായത് കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ ഒരു വന്ധ്യത എന്നൊരു പ്രശ്നം പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ക്രമരഹിതമായ ആർത്തവമില്ലായ്മ, ആർത്തവ സമയത്ത് അസാധാരണമായ അല്ലെങ്കിൽ അതികഠിനമായ വേദന, ഇതൊക്കെ ഉള്ളത് വന്ധ്യതയിലേക്കാണ് നയിക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് വന്ധ്യത വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് തന്നെ. അതേപോലെ തന്നെ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ, അതായത് ഹോർമോൺ കൂടുക കുറയുക അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതേപോലെ തന്നെ തൈറോയിഡൊക്കെ വരുന്ന സമയത്തൊക്കെ അതൊക്കെ വന്ധ്യതയിലോട്ട് നയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ എപ്പോഴും നമുക്കറിയാം, ഒരു 25 വയസ്സ് എന്നുള്ളതാണ് ഒരു കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീക്ക് ശരിയായ അല്ലെങ്കിൽ ഒരു ഗർഭം ധരിക്കാൻ ഒരു സ്ത്രീ ശരിക്കും പ്രാപ്തിയാകുന്നത് 25 വയസ്സിലാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഓവുലേഷൻ നടക്കുന്നൊരു സമയമാണ് അവർക്ക്. ആ ഓവുലേഷൻ നല്ല രീതിയിൽ നടക്കുകയും നല്ല ഓവം ഉണ്ടാവുകയും നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു 35 ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓവത്തിൻ്റെയൊക്കെ ഗുണമേന്മ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുമാത്രമല്ല, എന്തെങ്കിലും ജനിതകമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ആ സമയത്ത് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു പ്രായം ശരിക്കും ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഹോർമോൺ തകരാറുകൾ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ ആർത്തവം വരുന്ന സമയത്ത് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ സ്ട്രെസ്സ്, സ്ട്രെയിൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ കാരണങ്ങൾ വരെ വന്ധ്യതയിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ എന്താണോ കാരണം എന്ന് കണ്ടെത്തി നമുക്ക് ട്രീറ്റ് ചെയ്താൽ ശരിക്കും ഈ വന്ധ്യത എന്നൊരു പ്രശ്നം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു കുഞ്ഞെന്നൊരു സ്വപ്നത്തിലോട്ട് നമ്മൾ എത്തിപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്.